ഭഗവത്ഗീതയിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമഭിമാം വിദ്യകർത്താരമവ്യയം. ആ ശ്ലോകത്തെ പൂർണ്ണമായിട്ടല്ല നമ്മൾ സാധാരണ മനസ്സിലാക്കാറ്. ഈ പല വിവാദങ്ങളും സത്യത്തിൽ അനാവശ്യമാണ്. എന്തുകൊണ്ടത് അനാവശ്യമാണ് എന്നാണെങ്കിൽ, ഗീത മനസ്സിലാക്കാൻ, അതിൻ്റെ രീതിയിൽ മനസ്സിലാക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു പ്രഭാഷണത്തിൽ അതിനെ വിസ്തരിക്കാം. മാത്രമല്ല, ഈ ഒരു പ്രഭാഷണത്തിൽ ചിലർ യൂട്യൂബിൽ കമൻ്റായിട്ട് പുരുഷ സൂക്തം ഇത് തന്നെയാണല്ലോ അരക്കിട്ടുറപ്പിക്കുന്നത് ചാതുർവർണ്ണ്യ വ്യവസ്ഥിതി എന്ന്. നോക്കൂ, ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതി എന്ന് നമ്മൾ പറയുമ്പം ഈ സമൂഹത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒന്നുണ്ട്, അത് വേറെ തന്നെയാണ്. ഇപ്പോൾ പുരുഷ സൂക്തത്തിൽ എന്താ പറയണത് അത് നമുക്ക് കേൾക്കാം. അത് പുരുഷ സൂക്തം തന്നെ, അത് ശ്ലോകങ്ങൾ, അതിലെ മന്ത്രങ്ങൾ, അതുപോലെ മനസ്സിലാക്കുമ്പോഴല്ലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതിന് തൊട്ടിപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഉണ്ടല്ലോ. പുരുഷ സൂക്തം വെറും ഇത് മാത്രം പറഞ്ഞതല്ലല്ലോ. പുരുഷ സൂക്തം എങ്ങനെയാണ് തുടങ്ങുന്നത്? സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം പുരുഷ ഏവേദഗം സർവം യദ്ഭൂതം യച്ഛ ഭവ്യം ഉദാമൃതത്വസ്യേഷാനഃ യദന്നേനാതിരോഹതി ഏതാവാനസ്യ മഹിമാ അതോ ജ്യായാഗംശ്ച പൂരുഷഃ. അതങ്ങനെ പോവും തുടങ്ങിയാൽ. അതായത് വിരാട് വർണ്ണനയാണ്. ഈ പ്രപഞ്ചത്തെ വിരാട് ഭാവത്തിൽ വർണ്ണിക്കുന്നതാണ്.